ജീവിതത്തിൽ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൈവകൃപ പ്രാപിച്ച വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പുതിയ നിയമത്തിൽ അദ്ദേഹത്തിന് തുല്യനായിട്ട് ആരുമില്ല. അത്രയ്ക്കും കൃപ പ്രാപിച്ച ഒരു ദൈവദാസൻ. ആ ദൈവദാസൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ആ കൃപ ചോരാതെ സൂക്ഷിച്ചു. സ്തോത്രം. നമുക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതല്ല, നാം അതെങ്ങനെ കരുതുന്നു എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ, പൗലോസിനെ കുറിച്ച് പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കപ്പോൾ അതുപോലെ വെളിപ്പാട് കണ്ട ഒരു വ്യക്തി വേറെയില്ല. സ്തോത്രം. ആ പൗലോസ് പറയുകയാണ്, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. നമുക്കെന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റുള്ളവരെ കഴിഞ്ഞും വലിയ ആളായി എന്നുള്ളതാണ്. മറ്റുള്ളവർക്കില്ലാത്തത് എനിക്കുണ്ട് എന്നുള്ളൊരു ഭാവവും സംസാരവും ഒക്കെ പ്രൈസ് ഗോഡ്. പക്ഷെ പൗലോസ് പറയുക, എനിക്ക് കിട്ടിയ വെളിപ്പാട്, സ്തോത്രം, മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആ പൗലോസ് പറയുക, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. പിന്നിലുള്ളത് മറക്കാനുള്ളൊരു കൃപ എനിക്ക് വേണം. മുന്നിലേക്ക് ഓടാനുള്ളൊരു കൃപ എനിക്ക് വേണം. വിളിയുടെ പരമലാക്കിലേക്ക് എത്തിച്ചേരാനുള്ളൊരു കൃപ എനിക്ക് വേണം. അതാ ചോദിച്ചത് പൗലോസ്. ഒന്നാലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം അതിനെ എങ്ങനെ കാണുന്നു എന്ന് നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ ചോദിച്ചു മേടിച്ച് പിന്നിലുള്ളത് മറന്ന് മുന്നിലേക്ക് ഓടാനുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ഒരു കൃപ എനിക്ക് വേണമെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവർ, അവരെ ഉയർത്തി എത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത